ഡിയർ സ്റ്റുഡൻസ്, നമുക്കിന്ന് കുറച്ച് പ്രോബ്ലം നോക്കാം. ഫസ്റ്റ് നമ്മൾ ലോസ്പിറ്റൽ റൂൾ കഴിഞ്ഞ ദിവസം പഠിച്ചിരുന്നു. 0/0 ഫോം ആൻഡ് ഇൻഫിനിറ്റി ഫോം. അതിൽ 0/0 ഫോമിൻ്റെ പ്രോബ്ലമാണിത്. ഇത് നമ്മൾ ഓൾറെഡി നിങ്ങൾ പ്ലസ് ടുവിലൊക്കെ ചെയ്തിട്ടുണ്ടാവും, എങ്കിലും നമുക്ക് തിയറം വെച്ചിട്ട് നമുക്കിവിടെ അപ്ലൈ ചെയ്യാം. ഫസ്റ്റ് വൺ, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 sin x by root x. നമുക്കറിയാം sin 0 is 0 ആൻഡ് റൂട്ട് എക്സിന് 0 കൊടുത്താൽ 0, അപ്പോൾ 0/0 ഫോമാണ്. അപ്പോൾ നമുക്ക് ലോസ്പിറ്റൽ റൂൾ 1 അതിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ദിസ് ലിമിറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 പ്ലസ് ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ് ബൈ ന്യൂമറേറ്ററിൻ്റെ ഡെറിവേറ്റീവ്. നമ്മൾ സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് ആൻഡ് റൂട്ട് എക്സ് ഡെറിവേറ്റീവ് 1/2 റൂട്ട് എക്സ്. ദെൻ വീണ്ടും നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നു. ദാറ്റ് വൺ ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 2 റൂട്ട് എക്സ് ഇൻറ്റു കോസ് എക്സ്. നമ്മൾ എക്സിന് 0 കൊടുത്തു, അപ്പം റൂട്ട് എക്സ് 0 ആവും, കോസ് എക്സ് 1 ആവും. ദെൻ 0 × 1 ഈസ് 0. ഓക്കെ. The next one is limit x into 0 1 minus cos x by x square. ഓക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ എക്സിന് 0 കൊടുത്തു കഴിയുമ്പോൾ ന്യൂമറേറ്റർ കോസ് എക്സ് ഈസ് 1, ദെൻ 1 - 1 0, എക്സ് സ്ക്വയർ 0 കൊടുക്കുമ്പോൾ 0/0 ഫോം. ദെൻ നമ്മൾ അതിൻ്റെ ഡെറിവേറ്റീവ്സ് എടുത്തു, ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ലിമിറ്റ് എക്സ് ഇൻസ് 0 sin x by 2x. അതിലേക്ക് ഞാൻ വീണ്ടും 0 അപ്ലൈ ചെയ്യുമ്പോൾ sin 0/2 × 0 അഗെയിൻ 0/0 ഫോമാണ്. അപ്പം നമ്മൾ വീണ്ടും അതിലേക്ക് വീണ്ടും ലോസ്പിറ്റൽ റൂൾ അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ വീണ്ടും അതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുന്നു. അപ്പം അഗെയിൻ ലിമിറ്റ് എക്സ് ഇൻസ് 0 cos x by 2. നിങ്ങൾ കോഷ്യൻ്റ് റൂളൊന്നും അപ്ലൈ ചെയ്യരുത്, ജസ്റ്റ് ന്യൂമറേറ്ററിനെ ഡിഫറൻസിയേഷൻ നടത്തുക, ഡിനോമിനേറ്ററിനെ ഡിഫറൻസിയേഷൻ നടത്തുക. cos x by 2. ദെൻ നമുക്ക് ഡിനോമിനേറ്ററിൽ എക്സ് ടെൻസ് ടു 0 കൊടുക്കുമ്പോൾ 2 ആണ്. സോ ദ ലിമിറ്റ് ഈസ് 1/2. ദെൻ നെക്സ്റ്റ് ഈസ് ലിമിറ്റ് എക്സ് ഇൻസ് ടു 0 e⁻x - 1/x. ദെൻ നോക്കുമ്പോൾ അറിയാം, ലിമിറ്റ് കൊടുക്കുമ്പോൾ അറിയാം 0/0 ഫോമാണ്. ദെൻ നമുക്ക് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ e⁻x - 1 ഡെറിവേറ്റീവ് ഈസ് e⁻x ആൻഡ് എക്സിൻ്റെ ഡെറിവേറ്റീവ് ഈസ് 1. ദെൻ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ 1. ഓക്കെ, ദാറ്റ് വൺ ഈക്വൽ ടു 1. അടുത്ത ലിമിറ്റ് എക്സ് ഇൻസ് ടു 0 e⁻x - 1 - x by x square. ദാറ്റ് വൺ ഈസ് e⁻x - 1/2x. വീണ്ടും അവിടെ 0/0 ഫോം വരും. വീണ്ടും അതിലേക്ക് ഡെറിവേറ്റീവ് അപ്ലൈ ചെയ്യുക, ലോസ്പിറ്റൽ റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ ലിമിറ്റ് എക്സ് ഇൻസ് 0 e⁻x by 2. ദെൻ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ e⁻0 ഈസ് 1 ആൻഡ് ഡിനോമിനേറ്റർ ഈസ് 2. സോ ആൻസർ ഈസ് 1/2. The next one is limit x tends to 1 sin x ln x by x - 1. x tends to 1 ആണ്, നമുക്കറിയാം. ln x ln 1 is 0 ആൻഡ് എക്സിൻ്റെ ഡിനോമിനേറ്ററിൽ 1 കൊടുക്കുമ്പോൾ 1 - 1 is 0, 0/0 ഫോം. ദെൻ ലോസ്പിറ്റൽ റൂൾ അപ്ലൈ ചെയ്യുന്നു. ലിമിറ്റ് എക്സ് ഇൻസ് ടു 1 ln x ഡെറിവേറ്റീവ് ഇസ് 1/x ബൈ x - 1 ഡെറിവേറ്റീവ് ഇസ് 1. ദെൻ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ 1. ഓക്കെ, ഇതാണ് 0/0 ഫോമിൻ്റെ പ്രോബ്ലം. ദെൻ നെക്സ്റ്റ് ഈസ് ഇൻഫിനിറ്റി ഫോമിൻ്റെ പ്രോബ്ലംസ് നമുക്ക് പെട്ടെന്ന് നോക്കാം. വി കൺസിഡർ ലിമിറ്റ് എക്സ് ഇൻസ് ടു ഇൻഫിനിറ്റി ln x by x. അപ്പോൾ ഇവിടെ ന്യൂമറേറ്റർ ഈസ് ln x ആൻഡ് ഡിനോമിനേറ്റർ ഈസ് x ആൻഡ് x ടെൻസ് ടു ഇൻഫിനിറ്റി ആണ്. അപ്പോൾ നമുക്ക് ലോസ്പിറ്റൽ റൂൾ അപ്ലൈ ചെയ്യാം, കാരണം ഇൻഫിനിറ്റി ഫോമാണ്. ദെൻ ഡെറിവേറ്റീവ് എടുക്കുക, ln x ഡെറിവേറ്റീവ് ഈസ് 1/x. ദെൻ ഡിനോമിനേറ്റർ ഡെറിവേറ്റീവ് ഈസ് 1. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി. ഇപ്പം ന്യൂമറേറ്ററിൽ 1/x ഇൻഫിനിറ്റി കൊടുത്തു. ദെൻ 1/∞ 0/1 ഈസ് 0. നെക്സ്റ്റ് ഈസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി e⁻x ഇൻറ്റു x സ്ക്വയർ. അപ്പം e⁻ അതിനെ നമ്മളൊന്ന് അറേഞ്ച് ചെയ്യണം. ദിസ് വൺ ഈസ് x സ്ക്വയർ ബൈ e⁻x എന്ന് എഴുതാം. അപ്പോൾ ന്യൂമറേറ്റർ f(x) ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്നും ഡിനോമിനേറ്റർ g(x) ഈക്വൽ ടു e⁻x എന്നും നമുക്ക് വിളിക്കാം. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കുന്നത് ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി x സ്ക്വയർ ബൈ e⁻x. that one equal to limit x tends to infinity, derivative എടുക്കുക, ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോം ആണല്ലോ,
2x by e raised to x, then again infinity by infinity form, then വീണ്ടും ഡെറിവേറ്റീവ് എടുക്കുന്നു, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി 2 by e raised to x, then 2 by infinity വരും, that one equal to 0. The next was limit extends to 0 plus ln sin x by ln x. Again നമുക്ക് ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോം വരുന്നുണ്ട്. ദെൻ ഹോസ്പിറ്റൽ റൂൾ 2, അതായത് ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോം അപ്ലൈ ചെയ്യുന്നു. ഈക്വൽ ടു ലിമിറ്റ് 0 പ്ലസ് ln sin x is derivative is cos x by sin x, ln x derivative is 1 by x, that one equal to limit x tends to 0 plus x by sin x into cos x. നമുക്കറിയാം ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് എക്സ് ബൈ സൈൻ എക്സ് ഈക്വൽ ടു 1, ദെൻ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് കോസ് എക്സ് ഈക്വൽ ടു 1, സോ ആൻസർ ഈസ് 1. അപ്പോൾ ഇനിയും ഇതിലൊന്നും അല്ലാതെ നമ്മളിപ്പോൾ പറഞ്ഞത് 0/0 ഫോം, ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോമാണ്. ഇതിലൊന്നും പെടാത്ത പ്രത്യേകം ടൈപ്പ്, അതായത് ഇൻഫിനിറ്റി മൈനസ് ഇൻഫിനിറ്റി, 0 ഇൻറ്റു ഇൻഫിനിറ്റി, 1 റേസ് ടു ഇൻഫിനിറ്റി, 0 റേസ് ടു 0, ഇൻഫിനിറ്റി റേസ് ടു 0 എന്നീ തുടങ്ങുന്ന ടൈപ്പിലുള്ള ഇൻഡിറ്റർമിനറ്റ്സ് ഫോം നമുക്ക് കാണേണ്ടി വരും. അങ്ങനെ സമയത്ത് നമുക്ക് അറിയാവുന്ന 0/0 ഫോമിലേക്കോ ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോമിലേക്കോ നമ്മുടെ ഫംഗ്ഷനെ മാറ്റി നമ്മളതിനെ സോൾവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ നോക്കാം. ലെറ്റ് i ഈക്വൽ ടു ഓപ്പൺ ഇൻ്റർവൽ 0 π/2, ലിമിറ്റ് x ടെൻഡ്സ് ടു 0 1 by x മൈനസ് 1 by sin x. നമുക്കപ്പോൾ 0 കൊടുത്ത് നോക്കുമ്പോൾ അറിയാം 1/0 ഇൻഫിനിറ്റി, 1 by sin 0 ഇൻഫിനിറ്റി. അപ്പോൾ ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇൻഫിനിറ്റി മൈനസ് ഇൻഫിനിറ്റി ഫോമാണ്. അപ്പോൾ നമുക്ക് അറിയാവുന്ന ഏതെങ്കിലും ഒരു ഫോമിലേക്ക് ഇതിനെ മാറ്റണം. ഓക്കെ, അപ്പോൾ എനിക്ക് ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു 0 1 by x മൈനസ് 1 by sin എക്സിനെയും അങ്ങോട്ട് എൽസിയമൊക്കെ എടുത്ത് നമ്മൾ ചെയ്യുന്ന പോലെ sin x മൈനസ് എക്സ് ബൈ എക്സ് സൈൻ എക്സ് എന്ന് കൊടുക്കാം. ഓക്കെ, എക്സിന് 0 കൊടുക്കുക. അപ്പോൾ നമുക്ക് sin x മൈനസ് എക്സ്, ന്യൂമറേറ്റർ 0 ആൻഡ് ഡിനോമിനേറ്റർ 0, അപ്പോൾ 0/0 ഫോമായി. നമ്മൾ അതിന് ഹോസ്പിറ്റൽ റൂൾ അപ്ലൈ ചെയ്യുന്നു. ദെൻ ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു 0 പ്ലസ് കോസ് എക്സ് മൈനസ് 1 ബൈ, ദെൻ പ്രൊഡക്റ്റ് റൂൾ ഡിനോമിനേറ്റർ അപ്ലൈ ചെയ്യണം, sin x പ്ലസ് എക്സ് കോസ് എക്സ്. ലിമിറ്റ് അപ്ലൈ ചെയ്ത് നോക്കി, അപ്പോഴും നമുക്ക് 0/0 ഫോം തന്നെയാണ് വരുന്നത്. വീണ്ടും അതിൻ്റെ ഹോസ്പിറ്റൽ റൂൾ അപ്ലൈ ചെയ്യുക, ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു 0 പ്ലസ് മൈനസ് sin x ബൈ 2 cos x minus x sin x. ഓക്കെ, ദെൻ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ 0/2 എന്ന് കിട്ടും. ആൻസർ ഈസ് 0. നെക്സ്റ്റ് ഈസ് i ഈക്വൽ ടു ദ ഓപ്പൺ ഇൻ്റർവൽ 0 ഇൻഫിനിറ്റി ആൻഡ് ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു 0 പ്ലസ് എക്സ് ln x. നമുക്ക് എക്സ് ln xനെ ln x ബൈ 1/x എന്ന് എഴുതാം. ഓക്കെ, ഇത് ഫോം എന്ന് പറയുമ്പോൾ 0 ഇൻറ്റു ഇൻഫിനിറ്റി എന്ന് പറയുന്ന ഫോമിലേക്ക് വരും. അപ്പോൾ നമ്മളതിനെ ln x ബൈ 1/x, അപ്പോൾ നമുക്കറിയാം ln 0 ഇൻഫിനിറ്റി ബൈ 1/x, എക്സിന് 0 കൊടുക്കുമ്പോൾ ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോമാണ്. ഞാൻ അതിൻ്റെ ഡെറിവേറ്റീവ് എടുത്തു, അപ്പോൾ 1/x മൈനസ് 1/x² എന്ന് വന്നു. ഞാനതിനെ ഒന്ന് അറേഞ്ച് ചെയ്തപ്പോൾ എനിക്ക് ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു 0 പ്ലസ് മൈനസ് എക്സ് എന്ന് കിട്ടി, ദാറ്റ് വൺ ഈക്വൽ ടു 0. ദ നെക്സ്റ്റ് വൺ ഈസ് i ഈക്വൽ ടു ഓപ്പൺ ഇൻ്റർവൽ 0 ഇൻഫിനിറ്റി ആൻഡ് ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു 0 പ്ലസ് എക്സ് റേസ് ടു എക്സ്. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ അറിയും ദിസ് ഫോം ഈസ് 0 റേസ് ടു 0 ഫോം. അപ്പോൾ ഞാൻ വീണ്ടും ഇതിനെ നമുക്കറിയാവുന്ന ഏതെങ്കിലും ഒരു ഫോമിലേക്ക് മാറ്റണം. അപ്പം ഞാനതിനെ എക്സ് റേസ് ടു എക്സ് ഈക്വൽ ടു ഇ റേസ് ടു എക്സ് ln x. നമുക്കറിയാം എക്സ് ln x ഈസ് ln എക്സ് റേസ് ടു എക്സ്, ദെൻ ഇ റേസ് ടു ln എന്ന് പറയുമ്പോൾ നമ്മൾ ക്യാൻസലായി പോവും, ബാക്കി എക്സ് റേസ് ടു എക്സ്. അപ്പോൾ എക്സ് റേസ് ടു എക്സിനെ ഞാൻ ഇ റേസ് ടു എക്സ് ln x എന്ന് മാറ്റി എഴുതി. ഓക്കെ, ദെൻ നമുക്ക് ആ ഉള്ളത്തെ എക്സാമ്പിളിനകത്ത് എക്സ് ln xൻ്റെ ലിമിറ്റ് നമുക്കുണ്ട്. അപ്പോൾ നമുക്കത് 0 ആണ്. അപ്പോൾ നമ്മുടെ ടേം ഇ റേസ് ടു 0യിലേക്ക് ടെൻഡ് ചെയ്യും. ലിമിറ്റ് എക്സ് ടു 0 പ്ലസ് എക്സ് റേസ് ടു എക്സ് എന്ന് പറയുമ്പോൾ ഇ റേസ് ടു 0. ഓക്കെ, എക്സ് ln xൻ്റെ റിസൾട്ട് നമ്മൾ ബി പാർട്ടിലുണ്ട്, 0 ആണ്. അപ്പോൾ ഇ റേസ് ടു 0 ഈക്വൽ ടു 1 എന്ന് നമുക്ക് കിട്ടും. നെക്സ്റ്റ് വൺ ഈസ് I equal to the open interval 1 infinity and consider limit x tends to infinity 1 plus 1/x the whole raised to x.
അപ്പോൾ ഇവിടെ നമുക്ക് കൊടുത്ത് നോക്കുമ്പോൾ നമുക്കറിയാം 1∞ ഫോമാണ് വരുന്നത്. ഇതിനെ ഞാൻ മുമ്പത്തേൻ്റെ കൂട്ട് തന്നെ എക്സ് പ്ലസ് 1/x ദ ഹോൾ റേസ് ടു എക്സിനെ e⁻x ln 1 + 1/x ആയിട്ട് മാറ്റി എഴുതുന്നു. എന്നിട്ട് ഞാൻ അതിലേക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്ത് ഞാൻ ആ എക്സ് ln 1 + 1/xൻ്റെ ലിമിറ്റ് കണ്ടുപിടിക്കുന്നു. അപ്പോൾ ലിമിറ്റ് x∞ എക്സ് ln 1 + 1/x = ലിമിറ്റ് x∞. മുമ്പേ നമ്മൾ ചെയ്ത പോലെ തന്നെ ln 1 + 1/x / 1/x. അപ്പോൾ നമുക്ക് ഇൻഫിനിറ്റി കൊടുത്ത് നോക്കി. അപ്പോൾ നമുക്കിത് വീണ്ടും 0/0 ഫോം വരും. 0 ദെൻ ലോസ്പിറ്റൽ റൂൾ വീണ്ടും അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ വീണ്ടും ഡെറിവേറ്റീവ് എടുക്കുക. ഡെറിവേറ്റീവ് എടുത്ത് കഴിയുമ്പോൾ നമുക്ക് ഈ പറഞ്ഞതുപോലെ കിട്ടും. ദാറ്റ് 1 = ലിമിറ്റ് x∞ 1 + 1/x. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ 1 എന്ന് കിട്ടും. അപ്പം എക്സ് ln 1 + 1/xൻ്റെ ലിമിറ്റാണ് നമുക്ക് 1 എന്ന് കിട്ടിയത്. ദെൻ നമുക്ക് കാണേണ്ടത് e⁻ ആണ്. സോ e⁻1. ഓക്കെ, ലിമിറ്റ് x∞ 1 + 1/x ദ ഹോൾ റേസ് ടു x = e⁻1. ദാറ്റ് ഈസ് e. The next is I = the open interval 0 ∞. Consider limit x∞ 0 + 1 + 1/x the whole raised to x. അപ്പോൾ ഇവിടെ x-ന് 0 കൊടുക്കുമ്പോൾ നമുക്കറിയാം 1 + ∞ ദെൻ റേസ് ടു 0. അപ്പോൾ ഇൻഫിനിറ്റി റേസ് ടു 0 ഫോമാണ്. അപ്പോൾ ഞാനിവിടെ എക്സ് ln 1 + 1/x കാണുന്നു. അപ്പോൾ ദാറ്റ് 1 ഈസ് ലിമിറ്റ് എക്സ് നമ്മൾ നോക്കുമ്പോൾ അറിയാം. അതിനെ ഞാൻ അറേഞ്ച് ചെയ്ത് മുമ്പ് നമ്മൾ ചെയ്ത പോലെ തന്നെ ln + 1/x ഡിവൈഡഡ് ബൈ 1/x എന്ന് എഴുതി. വീണ്ടും അതിലേക്ക് നമുക്ക് നോക്കുമ്പോൾ അറിയാം 0 അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ∞/∞ ഫോമാണ്. അപ്പോൾ ഞാൻ ലോസ്പിറ്റൽ റൂൾ അപ്ലൈ ചെയ്യുന്നു, ഡെറിവേറ്റീവ് എടുക്കുന്നു. എനിക്ക് ലിമിറ്റ് x∞ 0 + 1/1 + x എന്ന് കിട്ടും. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് 0 കിട്ടും. ഓക്കെ, മുമ്പ് നമ്മൾ കണ്ടതാണ്. ദിസ് ഫോം ഈസ് ലിമിറ്റ് x∞ 0 1 + 1/x ദ ഹോൾ റേസ് ടു എക്സിനെ നമ്മൾ e⁻x ln 1 + 1/x എന്നാണ് എഴുതിയത്. അപ്പോൾ നമുക്കിവിടെ e⁻0 എന്ന് കൊടുക്കാം. ദെൻ e⁻0 = 1. ഓക്കെ, താങ്ക് യു.